ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വാഴലിൽ കെട്ടിപ്പൊതിന് വെച്ച് നമ്മളിപ്പോൾ ഈ തുറന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതെ, മീൻ തന്നെ. ഇതിനൊരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് മക്കളെ. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മസാലക്കൂട്ട് തന്നെയാണ്. ടേസ്റ്റ് ഒക്കെ അത്രയും കൂടുതലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അത്രയും എളുപ്പമുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോൾ ഒരുപാട് പറഞ്ഞ് സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇന്നിപ്പോൾ കിട്ടിയത് നമ്മൾ ചെമ്പല്ലി എന്ന് വിളിക്കാറുള്ള മീനാണ്. ഈ മീൻ മാത്രമല്ല, ഏത് മീൻ ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആദ്യം തന്നെ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു മിക്സർ ജാറിലേക്ക് 10-15 വെളുത്തുള്ളിയും 7 കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും 7 ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തൊന്ന് മാറ്റി വെച്ച ശേഷം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയുള്ള ഒരു വലിയുള്ളിയും അതേ വലുപ്പത്തിൽ തന്നെയുള്ള ഒരു തക്കാളിയും കൂടെ നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ചെറിയ സൈസിലുള്ളതാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 എണ്ണം വീതം എടുക്കണം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഈ ചെമ്പല്ലി 4 എണ്ണമാണ് ഉണ്ടാക്കാൻ പോണത്. അതിന്റെ അളവിനുള്ള മസാലയാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളിയും തക്കാളിയും അരച്ചെടുത്തില്ലേ, ഇതിന്റെ അളവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ആണെങ്കിലും കമന്റ് ചെയ്യാനും വിട്ടുപോകല്ലേ കേട്ടോ. മീൻ ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്ക് ഇതിന് വേണ്ട മസാല കൂടെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തതുണ്ടല്ലോ, അത് വഴറ്റിയെടുക്കാം. അതിന്റെ പച്ചമണം പോയി വരുന്ന സമയത്ത് നമ്മൾ ഈ വലിയുള്ളിയും തക്കാളിയും കൂടെ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് ഇളക്കിയെടുത്ത ശേഷം എത്രയാണോ ഈ പേസ്റ്റ് ഉള്ളത് അതിന്റെ ഇരട്ടി അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ ഇന്ന് 1 ജാർ അളവിലാണ് ഇപ്പോൾ ഈ പേസ്റ്റ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ 2 ജാർ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുത്തിട്ട് തിളച്ച് വരുമല്ലോ, ആ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന മീന് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. മസാലക്കൂട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിരുന്നല്ലോ, അത് ദാ ഈ ഒരു പരുവത്തിലായി വരുന്ന സമയത്ത് 10-20 കറിവേപ്പിലയും ഒരു പിടി അളവില് മല്ലിയിലയും ചെറുതായി അരിഞ്ഞെടുത്തതും കൂടെ തന്നെ ഈ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, അതായത് ഇടിച്ച മുളക്, അത് 1 സ്പൂൺ അളവിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ക്രഷ്ഡ് ചില്ലിയൊക്കെ കൂടുതലായിട്ട് തന്നെ ചേർക്കാം കേട്ടോ. അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് കുറുകി വരാനായിട്ട് കുറച്ച് സമയം ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ദാ ഇപ്പം ഇതിൽ കാണുന്നത് പോലെ ഇത്രയും തിക്കായി കുറുകി വരുമല്ലോ, ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. സാധാരണ നമ്മൾ മീൻ ഒരു സൈഡായിട്ട് തിരിച്ചിടൂലോ, അതിൻ്റെ കൂടെ തന്നെ വാഴല മുകളിൽ വെച്ചിട്ട് വാട്ടിയെടുക്കലാണ് പതിവ്. നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കലൊക്കെ കൂടി ആയപ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. നിങ്ങൾ ഇനി ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് വാഴല വാട്ടാനായിട്ട് പ്രത്യേകിച്ച് സമയവും അതേപോലെ തന്നെ ഗ്യാസും ചിലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു കാര്യം കൂടെ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. വാട്ടിയെടുത്ത ഇലയുടെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീനിനെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് മീനിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡിലും അതേപോലെ തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിന്ന് കിട്ടിയത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയുള്ള ചെമ്പല്ലി ആയിരുന്നു. നമ്മൾ ഇല എടുത്തതാണെന്നുണ്ടെങ്കിൽ ചെറുതുമായിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ ഇല ഇങ്ങനെ മടക്കി പൊതിയാനുള്ള അത്രയും അളവിലില്ലാത്തതുകൊണ്ട് കോട്ടൺ നൂലിട്ട് കെട്ടിയാണ് കേട്ടോ ഞാൻ വെച്ചത്. ഇനിയിപ്പോൾ നമ്മൾ പൊതിഞ്ഞിട്ട് വെച്ചിരിക്കുന്ന മീനിനെ പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെച്ച് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തും കുറച്ച് സമയം കൂടെ അടച്ചു വെച്ച് തുറന്നാൽ സംഭവം സെറ്റ്. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.